Hi everyone. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ഹൗ ടു ഇൻസേർട്ട് ഹെഡർ ആൻഡ് ഫൂട്ടർ ഇൻ ടു വേർഡ് ഡോക്യുമെൻറ്റ്. ഓക്കെ, സോ എങ്ങനെയാണ് നമ്മുടെ വേർഡ് ഡോക്യുമെൻറ്റിൽ ഹെഡറും ഫൂട്ടറും, ഹെഡർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എല്ലാ പേജിൻ്റെയും ടോപ്പിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡിസ്പ്ലേ ചെയ്യാനുണ്ടെങ്കിലുള്ള അതിനുള്ള ഒരു ഓപ്ഷനാണ് ഹെഡർ എന്ന് പറയുന്നത്. അതിൻ്റെ ബോട്ടം സൈഡിൽ ഡിസ്പ്ലേ ചെയ്യാനുള്ള ഏരിയയ്ക്ക് പറയുന്ന പേരാണ് ഫൂട്ടറും. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇൻസേർട്ട് ഹെഡർ എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്. അവിടെ നമുക്ക് ഇഷ്ടമുള്ള ഫോർമാറ്റ് നമുക്ക് അവിടെ നിന്ന് ചൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ലെഫ്റ്റ് സൈഡിൽ മാത്രമുള്ളതുണ്ട്, 3 ലെഫ്റ്റിൽ, സെൻറ്റർ, റൈറ്റിലുള്ളതുണ്ട്. അങ്ങനെ പല ടൈപ്പിലുള്ള ഹെഡറുകൾ നമുക്കിവിടെ ആഡ് ചെയ്യാൻ പറ്റും. ഞാനിവിടെ നിന്ന് 3 ഉള്ളത് 3 കോളംസ് ഞാൻ ചൂസ് ചെയ്യുകയാണ്. എൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഞാൻ MS വേർഡ് എന്ന് ടൈപ്പ് ചെയ്തു. സെൻറ്ററിൽ ഇതിൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്കതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹെഡർ ആൻഡ് ഫൂട്ടർ ടൂൾസ് വരും. അവിടെ നിന്ന് നമുക്ക് പേജ് നമ്പർ ഇൻസേർട്ട് ചെയ്യാം, ഡേറ്റ് ആൻഡ് ടൈം ഇൻസേർട്ട് ചെയ്യാം, ഡോക്യുമെൻറ്റിൻ്റെ ഇൻഫർമേഷൻ ഇൻസേർട്ട് ചെയ്യാം, പിക്ചർ വരെ ഇൻസേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ഡേറ്റ് ആൻഡ് ടൈം ഇൻസേർട്ട് ചെയ്യാണ്. അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ദെൻ ഇവിടെ ഞാൻ പേജ് നമ്പർ എൻ്റർ ചെയ്യാണ്. പേജ് നമ്പർ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളതുകൊണ്ട് കറണ്ട് പൊസിഷൻ ചൂസ് ചെയ്യണം. കാരണം ഞാൻ അവിടെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കറണ്ട് പൊസിഷനകത്ത് ഞാൻ ഇഷ്ടമുള്ള ഒരു സ്റ്റൈൽ ചൂസ് ചെയ്തു. ഓക്കെ, ഫസ്റ്റ് പേജ്. ദെൻ ഹെഡർ ക്ലോസ് ചെയ്തു. ഹെഡർ വീണ്ടും ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ഹെഡർ ഏരിയയിൽ പോയിട്ട് ദെൻ ക്ലോസ് ചെയ്യുക. ഓക്കെ, ഹെഡർ ഏരിയ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹെഡർ ആക്റ്റീവ് ആവും. ഡോക്യുമെൻറ്റിൻ്റെ ഏരിയയിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹെഡർ ഡീആക്ടിവേറ്റ് ചെയ്ത് ഡോക്യുമെൻറ്റ് ആക്റ്റീവ് ആവും. ഓക്കെ, അതെപ്പോഴും ഓർക്കുക, നമ്മൾ ബൈ മിസ്റ്റേക്ക് ചിലപ്പോൾ അവിടെ പോയി ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹെഡർ ആക്റ്റീവ് ആകും. ഓക്കെ, അത് ഒന്നുകിൽ ഇവിടുന്ന് ക്ലോസ് ചെയ്യാം, അല്ലെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡോക്യുമെൻറ്റിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഫൂട്ടർ ഇൻസേർട്ട് ചെയ്യാം. ഇൻസേർട്ട് ഫൂട്ടർ ഇഷ്ടമുള്ള സ്റ്റൈൽ ചൂസ് ചെയ്യാം. 3 കോളംസ് ഉണ്ട്, 1 കോളംസ് ഉണ്ട്, പല സ്റ്റൈലുണ്ട്. ഓക്കെ, ഞാൻ 3 കോളംസ് ചൂസ് ചെയ്തു. ദെൻ ലെഫ്റ്റ് സൈഡിൽ ഞാൻ വേർഡ് എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. റൈറ്റ് സൈഡിൽ ഞാൻ പേജ് നമ്പർ എൻ്റർ ചെയ്യാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഡോക്യുമെൻറ്റിൻ്റെ പേര് ഡോക്യുമെൻറ്റ് ഇൻഫർമേഷനകത്ത് ഫയൽ നെയിം അവിടെ കൊണ്ട് എനിക്ക് ഡിസ്പ്ലേ ചെയ്യണം. ഇവിടെ ഞാൻ ഡേറ്റ് ആൻഡ് ടൈമോ പേജ് നമ്പർ കറണ്ട് പൊസിഷൻ ചൂസ് ചെയ്യുന്നു. യെസ്, ദെൻ ഡബിൾ ക്ലിക്ക് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം നമ്മൾ ഹെഡർ ആൻഡ് ഫൂട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പേജിൻ്റെയും ടോപ്പിലും ബോട്ടത്തിലുമായിട്ട് ആ പറയുന്ന ഡേറ്റ ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. അപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.